ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻജൻ മലയാളി ഓൺലൈനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട്, അത് ഏകദേശം 2-2.5 മാസമായി. കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസും അതുപോലെ നാട്ടിലൊക്കെ പോയി വരേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ വീട് ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ നമുക്ക് ഇടാഞ്ഞത്. പക്ഷേ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കമന്റിലൂടെ അല്ലാതെ ഒരുപാട് റിക്വസ്റ്റ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എന്തായാലും ഇടാത്തത് അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മളെ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ നമ്മൾ ശരിക്കും ശക്തിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ പിന്നെയും ഈ ഒരു സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോ ക്രിസ്മസ് ഹോളിഡേസ് ഒക്കെ വരുവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാവുന്ന ഒരു സീസൺ ആണത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് ട്രിപ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കീപ് വാച്ചിങ്. അപ്പോൾ കുറെ അധികം കണ്ടന്റ്സ് ഇനി വരാനുണ്ട്. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ന്യൂസിലൻഡിലെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സീസണാണ്. കാരണം ഇവിടെ സമ്മറിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നമ്മുടെ നാട്ടിലെയോ യൂറോപ്യൻ രാജ്യങ്ങളിലെയോ അല്ലാതെ കാനഡയോ പോലെയല്ല നമുക്കിവിടെ ക്രിസ്മസ് എന്ന് പറയുന്നത്. വളരെ സ്പെഷ്യാലിറ്റി ഉള്ളൊരു സീസണാണ്. ന്യൂസിലൻഡിലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് കുറെ പേര് ചോദിക്കേണ്ടായി ഇവിടുത്തെ ക്രിസ്മസ് എങ്ങനെയുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും ഒരു അതിശയമാണ്. ഇവിടെ സമ്മറാണ്, ക്രിസ്മസ് ടൈമിൽ സമ്മറാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ഒരു ശരിക്കും പറഞ്ഞ ഒരു അന്താളിപ്പാണ്. കാരണം ആദ്യമായിട്ടായിരിക്കും ചിലവർ കേൾക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ പറയാ, വിന്റർ, മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ. അതായത് എല്ലായിടത്തും മഞ്ഞൊക്കെ, ഈ മരത്തിലും എല്ലായിടത്തും മഞ്ഞൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരിക്കുമല്ലോ ക്രിസ്മസ് ലൈറ്റ്സിൽ ഒക്കെ ഇട്ടിട്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതിപ്പോൾ ന്യൂസിലൻഡ് മാത്രമല്ല കേട്ടോ, ഓസ്ട്രേലിയയിലെ ചില ഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് സദേൺ ഹെമിസ്ഫിയറിൽ വരുന്ന രാജ്യങ്ങൾക്കാണ് കൂടുതലും ആ സമയത്ത് സമ്മർ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നല്ല സൂര്യനൊക്കെ ഉദിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സാന്റാക്ലോസൊക്കെ ഈ വിന്റർ ബൂട്ട്സിന് പകരം ചപ്പൽസൊക്കെ ഇട്ടുകൊണ്ട് വീടുകളിൽ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ഒരു സീനൊന്ന് വിഷ്വലൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു പ്രതീതിയാണ് നമുക്കിവിടെ ക്രിസ്മസ് ടൈമിൽ. പക്ഷേ എന്നിരുന്നാലും എല്ലാവർക്കും പോലെ തന്നെ ന്യൂസിലൻഡുകാർക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സീസണാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. കാരണം പാർട്ടികളും, അതായത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സും ഒത്ത് താങ്ക്സ് ഗിവിങ്ങും, അതേപോലെ തന്നെ ബാർബിക്യൂ സെറ്റപ്സും, നമുക്ക് പിക്നിക്സും. കാരണം സമ്മർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള വിൻ്റർ സമയത്ത് ക്രിസ്മസ് ആഘോഷിക്കുന്ന രാജ്യങ്ങളിലെ പോലെ നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ ആയിട്ട് എല്ലാവരും പല പല ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസ് ടൈമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അത് മാത്രമല്ല, നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും എല്ലാ കടകളിലും ഒരുപാട് ഡെക്കറേഷൻസും സ്റ്റാർസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് വിഷ്വലി പ്ലീസിങ് ആയിട്ടുള്ള ഒരുപാട് ഡെക്കറേഷൻസ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഹാമിൽട്ടണിലെ ഒരു സ്ട്രീറ്റാണിത്. ഹാരോഫീൽഡ് ഡ്രൈവ് എന്നാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. എല്ലാ വർഷവും ക്രിസ്മസ് ടൈമിൽ ഇവിടുത്തെ എല്ലാ വീടുകളും നല്ല രീതിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി അതിമനോഹരമായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഏതാണ്ട് ഒരു കോമ്പറ്റീഷൻ പോലെയാണ് ഇവിടുത്തെ ഓരോ വീട്ടുകാരും അവരുടെ വീട് പല രീതിയിൽ, അതായത് പല പല വെറൈറ്റിയിൽ, അത് ഓരോ വർഷവും ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. നമ്മൾ ഹാമിൽട്ടണിൽ വരുന്ന സമയത്ത്, നമ്മൾ ക്രിസ്മസ് ടൈമിൽ ഹാമിൽട്ടണിൽ വരുന്നുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റിൻ്റെ വ്യൂ ഒരിക്കലും മിസ് ചെയ്യാറില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ടൈമിൽ നിങ്ങൾ ഹാമിൽട്ടണിൽ വരുന്നുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റ് എന്തായാലും പോയി വിസിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, 9 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ 8:45 കഴിഞ്ഞാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എല്ലാ മലയാളികൾക്കും എൻജൻ മലയാളി ഓൺലൈൻ്റെ വക സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.